60 സെൻറ്റിമീറ്റർ ഡിഷിൽ കൂടുതൽ ചാനലുകൾ കിട്ടുന്ന രണ്ട് സാറ്റലൈറ്റാണ് പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഡിഷ് നിലവിൽ ട്രാക്ക് ചെയ്ത ആളുകളും ട്രാക്ക് ചെയ്യാൻ പോകുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. മഴ ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ LNB മൂടി വയ്ക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം LNBയുടെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ രണ്ടാമത് ഡൈസിക്ക് സ്വിച്ച് അത് മൂടി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്കും വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ്. LNB മൂടി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കനം കുറഞ്ഞ ബോട്ടിൽ വെച്ചിട്ട് മൂടണം. ഇതേപോലുള്ള ബോട്ടിൽ വെച്ചിട്ട് മൂടണം. കാരണം പല ആളുകളും കനം കൂടിയ ബോട്ടിൽ വെച്ചിട്ട് മൂടുന്നതായിട്ടുള്ള ഡിഷൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് പോക്കൽ ലെങ്ത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. രണ്ടാമത് 5G LNB ആണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഒതുങ്ങൂല. അപ്പോൾ കടകളിൽ മുട്ടായി വരുന്ന ബോട്ടിൽ കാണാം. അതായത് കൂടുതൽ മുട്ടായികൾ വരുന്ന ബോട്ടിലുണ്ട്. വലിയ ബോട്ടിലാണത്, ഇതേപോലെ കനം കുറഞ്ഞ. അപ്പോൾ അത് കാലി ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് മൂടുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തിയായിരിക്കും, ഡിഷിന് വെയിറ്റും കുറയും. ബേസിക്ക് നിങ്ങൾ മഴ കൊള്ളാത്ത സ്ഥലത്ത് ഡിഷിൻ്റെ അടുത്താണ് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അങ്ങനെ മൂടാം. അല്ലെങ്കിൽ ഭിത്തി ചുമരിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അങ്ങനെയും വയ്ക്കാം. ബേസിക്ക് 60 സെൻറ്റിമീറ്റർ ഡിഷിൽ ട്രാക്ക് ചെയ്യാൻ പറ്റിയ രണ്ട് സാറ്റലൈറ്റുകളാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ട് ഡിഷ് കാണാം നിങ്ങൾക്ക്. ഒന്ന് 60 സെൻറ്റിമീറ്ററും ഒന്ന് 120. അപ്പോൾ 60 സെൻറ്റിമീറ്ററിൽ ട്രാക്ക് ചെയ്യാൻ പറ്റിയ സാറ്റലൈറ്റ് തന്നെയാണ് 120 സെൻറ്റിമീറ്റർ ട്രാക്ക് ചെയ്തിട്ടുള്ളത്. കാരണം 60 സെൻറ്റിമീറ്റർ ഡിഷ് എൻ്റെ അടുത്ത് ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് 120-ലും 60-ലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഏതൊക്കെ സാറ്റലൈറ്റ് നോക്കാം. ഒന്ന് 93 ഡിഗ്രി, ഒന്ന് 40 ഡിഗ്രി. 93 ഡിഗ്രി ട്രാക്ക് ചെയ്യുന്ന ആളുകൾ, പുതിയതായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗം ചെരിഞ്ഞ് നിൽക്കേണ്ടത്. കിഴക്കിൻ്റെയും തെക്കിൻ്റെയും മൂലയ്ക്ക് ആയിട്ടാണ് ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗം ചെരിഞ്ഞ് നിൽക്കേണ്ടത്. നോക്കുക, ഈ രീതിയിലാണ് ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗം വരിക. കിഴക്കിൻ്റെയും തെക്കിൻ്റെയും മൂലയാണ് അത് വരുന്നത്. ഇവിടേക്കാണ് ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗം വയ്ക്കേണ്ടത്. മുൻ സൈഡിൽ നിൽക്കുമ്പോൾ LNBൻ്റെ കേബിൾ കൊടുക്കുന്ന ഭാഗം വരേണ്ടത് നമ്മളെ ഇടത് കൈൻ്റെ ഭാഗത്തേക്ക്. 40 ഡിഗ്രി സെറ്റ് ചെയ്യുമ്പോൾ ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗം വരയ്ക്കേണ്ടത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. 40 ഡിഗ്രി സെറ്റ് ചെയ്ത ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ LNBൻ്റെ കേബിൾ കൊടുക്കുന്ന ഭാഗം വലത് കൈൻ്റെ ഭാഗത്തേക്കാണ് വെക്കേണ്ടത്. 3 ഡിഷ് സെറ്റ് ചെയ്ത് കാണാം. ഈ കാണുന്നത് ഇൻറ്റൽസാറ്റ് 20 68 ഡിഗ്രി സി ബാൻഡ് സാറ്റലൈറ്റാണ് ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നോക്കുക, വലിയ ഡിഷ് 120 സെൻറ്റിമീറ്ററിന് 40 ഡിഗ്രിയിൽ, 60 സെൻറ്റിമീറ്ററിന് 93 ഡിഗ്രിയിൽ. അപ്പോൾ ഡയറക്ഷൻ നോക്കുക, ഈ ഒരു ലെവലിലാണ് ഡിഷ് നിൽക്കേണ്ടത്. 40 ഡിഗ്രീൻ്റെ സിഗ്നൽ പിടിക്കാൻ നമുക്ക് 60 സെൻറ്റിമീറ്റർ ഡിഷ് മതി. എൻ്റെ കയ്യിൽ 60-ൻ്റെ ഒരു ഡിഷേ ഉള്ളൂ. അതുകൊണ്ടാണ് വലിയ ഡിഷ് വെച്ച് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഡൈസിക്ക് വഴിയാണ് ഞാൻ കേബിൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ട്യൂൺ ചെയ്ത് നോക്കാം ഏതൊക്കെ ചാനലുകൾ കിട്ടുന്നതെന്നുള്ളത്. ചാനൽ ട്യൂൺ ചെയ്യാൻ സോളിഡിൻ്റെ 61 65 സെറ്റ് ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ട്യൂൺ ചെയ്യുന്നത്. ട്യൂൺ ചെയ്യുന്നത് കാണാൻ നമ്മൾ TV ഉപയോഗിക്കുന്നില്ല, മീറ്ററാണ് ഉപയോഗിക്കുന്നത്. സോളിഡിൻ്റെ വീഡിയോ മീറ്ററാണ് 828 മോഡൽ മീറ്റർ ഉപയോഗിച്ചിട്ടാണ് ട്യൂൺ ചെയ്യുന്നത്. സെറ്റ് ബോക്സിലേക്കുള്ള പവർ കൊടുത്തിരിക്കുന്നത് മീറ്ററിൽ നിന്നാണ്. മീറ്ററിൽ നിന്ന് 12 വോൾട്ട് എടുത്തിട്ടാണ് നേരെ സെറ്റ് ബോക്സിലേക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 2 കേബിൾ കാണാം. ഒന്ന് വീഡിയോയും ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്ന കേബിളും ഒന്ന് 12 വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന കേബിളും. ഇത് രണ്ടും കൊടുത്തു. ഇനി നമുക്ക് മീറ്റർ ഓൺ ചെയ്തിട്ട് നോക്കാം. കേബിൾ കൊടുത്തതൊന്നും കൂടി കാണിക്കാം. നോക്കാം, ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മീറ്റർ ഓൺ ചെയ്യാണ്. മീറ്റർ ഓൺ ചെയ്യുമ്പോൾ സെറ്റ് ബോക്സിലും പവർ വരും. നോക്കുക, 93 ഡിഗ്രിയാണിത്. ഡൈസിക്ക് 1-ലാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രോങ് ഫ്രീക്വൻസിയാണ് 11550, വെർട്ടിക്കൽ 29500. ഈ TP വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യേണ്ടത്. 93 ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്നത് 471 ചാനലാണ്. 480 ചാനൽ വരെ കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയും ചാനലുകളാണ് 93 കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ ചാനൽ കിട്ടുന്നതും 93 ഡിഗ്രിയാണ്. പിന്നീട് കൂടുതൽ ചാനലുകൾ കിട്ടുന്ന സാറ്റലൈറ്റാണ് 40 ഡിഗ്രി. 40 ഡിഗ്രിയിൽ കിട്ടുന്ന ചാനൽ നമുക്ക് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. 40 ഡിഗ്രിയിൽ നിന്ന് 2 ഫ്രീക്വൻസിയാണ് കിട്ടുന്നത്. ഒരു ഫ്രീക്വൻസിയിൽ ഒരു ചാനലാണുള്ളത്. അങ്ങനെ മൊത്തം 20 ചാനലാണ് നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകളുള്ളത്. ഡൈസിക്ക് 2-ലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഫ്രീക്വൻസി 11
471, ഹൊറിസോണ്ട് 42, 47. രണ്ടാമത്തെ ഫ്രീക്വൻസി 11, 638, ഹൊറിസോണ്ട് 32, 730. 40 ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്ന ചാനലുകളാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും ചാനലുകൾ നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകൾ. 500ഓളം ചാനലുകൾ നമുക്ക് കാണാൻ പറ്റും. അതിന് നമുക്ക് വേണ്ടത് 2 60 സെൻറ്റിമീറ്റർ ഡിഷ്, 2 കെ ബാൻഡ് LNB, ഒരു സെറ്റ് ബോക്സ്, ഒരു ഡൈസിക്ക്, നമുക്ക് ആവശ്യമുള്ള കേബിൾ. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് 500ഓളം ചാനലുകൾ കാണാൻ പറ്റും. വീഡിയോയിൽ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ LNB ഡൈസിക്ക് മൂടി വയ്ക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ഡിഷിൻ്റെ സ്റ്റാൻഡ് 6 ഫീറ്റ് ഡിഷ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്റ്റാൻഡ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ആ സ്റ്റാൻഡ് മേൽ കല്ല് വയ്ക്കുക. അതേപോലെ തന്നെ 10 ഫീറ്റോ 12 ഫീറ്റോ ഡിഷാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റിബിന് ഇതിന് കയറ് കൊണ്ടൊന്ന് കെട്ടി വയ്ക്കുക. കാറ്റ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. നല്ല കാറ്റ്, നല്ല മഴ വരുന്നുണ്ട്, തുടക്കമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുൻകരുതലായിട്ട് എല്ലാം ചെയ്തു വയ്ക്കുക. ഒരിക്കലും നമ്മൾ ഇതേപോലുള്ള റിബിന് കെട്ടി വയ്ക്കരുത്. ഈ സൈഡിലൊക്കെ പല ആളുകളും ഷീറ്റോ ഓട്ടാക്കിയിട്ടൊക്കെ കെട്ടി വയ്ക്കാറുണ്ട്. അങ്ങനെ വയ്ക്കരുത്. നമ്മൾ കയറുകൊണ്ട് കെട്ടുമ്പോൾ ഇങ്ങനെയുള്ള ഈ റിബിനാണ് കെട്ടി വയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. ചെയ്യാതിരിക്കരുത്. ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഡിഷെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ മഴ തുടക്കമാണ്, അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.